ഹായ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ജർമ്മൻ ജേർണീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ ബൈക്ക് അഥവാ ജർമ്മനിയിൽ അതിന് മോട്ടറാഡ് എന്ന് പറയും, അതിൻ്റെ ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ തമ്പലൈന്. ഓക്കെ, നമുക്ക് അതിനകത്തോട്ട് കിടക്കാം. ജർമ്മനിയിൽ 4 തരം ബൈക്ക് ലൈസൻസ് ആണുള്ളത്. AM, A1, A2, A. ഇതിനകത്ത് ആദ്യത്തെ AM എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ കാറിൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടുതലായിട്ടും കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ മേല. അതുകൂടാതെ തന്നെ അത് 45 കിലോമീറ്റർ സ്പീഡിൽ പരമാവധി നമുക്ക് 45 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതുകൂടാതെ ഇവിടെ നമ്മുടെ നാട്ടിൽ CC പറയുന്ന പോലെ തന്നെ ബൈക്കിൻ്റെ പവർ പറയുന്നത് ഇവിടെ കിലോ വാട്ടിലാണ്. KW എന്ന് പറയും, കിലോ വാട്ടിലാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് എടുക്കേണ്ടത് A1 ആണ്. A1-ന് 16 വയസ്സാകുമ്പോൾ ഇവിടെ എടുക്കാൻ പറ്റും. 11 kW വരെയുള്ള വണ്ടി നമുക്ക് അതിനകത്ത് ഓടിക്കാൻ പറ്റും. അതായത് 125 cc വരെയുള്ള ഓടിക്കാൻ പറ്റും. പിന്നെ A2 ആണ്. A2-ന് 18 വയസ്സാകുമ്പോൾ എടുക്കാം. 35 kW വരെയുള്ള വണ്ടി, അതായത് പവറുള്ള വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. A2 എടുക്കുമ്പോൾ A1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിയറി വേണ്ട. A2 എടുക്കാനായിട്ട് A1 കഴിഞ്ഞിട്ടുള്ളവർക്ക് തിയറി വേണ്ട, പ്രാക്ടീസ് മാത്രം മതി. പിന്നെ ഉള്ളത് A ആണ്. A എടുക്കാനായിട്ട് ഇതുപോലെ തന്നെയാണ്, 24 വയസ്സ് തികയണം. അതുകൂടാതെ A2 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറി വേണ്ട, പ്രാക്ടീസ് വേണം. ഏകദേശം ഇതിനെല്ലാം കൂടെ 14 മുതൽ 16 തിയറി, ഇതിന് ഏതെടുത്താലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. A1 മുതൽ A വരെയുള്ള എല്ലാത്തിനും തിയറി അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 10 മുതൽ 20 വരെ പ്രാക്ടീസും എടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ A എടുക്കുവാണെങ്കിൽ പിന്നെ താഴത്തോട്ടുള്ള ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാം ആകുന്നതാണ്. ഇതെല്ലാം കൂടെ ഏകദേശം ഒരു നമുക്ക് ഫാറർമിസ് ബഹോടെ രജിസ്റ്റർ ചെയ്യണം, ഐ ടെസ്റ്റ് ചെയ്യണം, കണ്ണിൻ്റെ ചെയ്യണം, ഇതെല്ലാം കൂടെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നമുക്ക് അവിടെ ഒരു 3000 യൂറോയിൽ മേളിൽ നമുക്ക് ഇതിനകത്ത് മുടക്ക് വരുന്നുണ്ട്. പക്ഷേ ഏത് ഫാസ്റ്റ് സ്കൂളിൽ ചെന്നാലും ഇതാ, നമ്മൾ ആദ്യം മറ്റേ കാറിൻ്റെ ഒക്കെ എടുക്കുന്ന പോലെ തന്നെ തിയറി നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം, പിന്നെ തിയറി പഠിക്കണം, തിയറി പരീക്ഷ ചെയ്യണം, പ്രാക്ടീസ് പ്രൂഫിങ് ചെയ്യണം. അതിനൊക്കെ ചെയ്തതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ പരീക്ഷയ്ക്ക് പറ്റുള്ളൂ. ഇവിടുത്തെ പരീക്ഷയുടെ നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ അറിയാം, നമ്മുടെ നാട്ടിലെ പോലെ കൂടിയിരുന്ന് ബൈക്ക് ഓടിക്കുകയല്ല. നമ്മൾ ആദ്യത്തെ 2 ക്ലാസ് നമ്മൾ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ഹെൽമെറ്റിനകത്ത് നമുക്ക് മൈക്ക് വെച്ച് തരും. അതിനുശേഷം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മുടെ പുറകെ വരും. നമുക്കതിന് ശേഷം പുള്ളി നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ, അങ്ങനെ ശേഷം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ പുള്ളി പറയുന്നതനുസരിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പ്രാക്ടീസിൻ്റെ ഇതായെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പരീക്ഷാ സമയത്ത് നമ്മുടെ പ്രൂഫറും ഈ പറയുന്ന കാറിൽ ഇരിക്കും. അതിനുശേഷമാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനകത്തുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി അറിയിക്കുക. എനിക്ക് ഇവിടെ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്നെ കൂടാതെ ജർമ്മനിയിലുള്ള മറ്റാളുകളുണ്ടെങ്കിൽ അവരറിയാവുന്ന കാര്യം കൂടെ ഇതിനകത്ത് പങ്കുവയ്ക്കുകയാണ്. മറ്റുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും. നമ്മളെല്ലാം തികഞ്ഞവരായിരിക്കുകയല്ലോ. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യം കൂടെ പങ്കുവയ്ക്കും, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.